LDF-ഉം BJP-യും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ UDF-ന് കഴിഞ്ഞു. ശബരിനാഥനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ഒരു ക്യാമ്പയിൻ തന്നെ അവർക്ക് നടത്താൻ കഴിഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ യുവത്വം നിറഞ്ഞ വലിയ സ്ത്രീ പ്രാതിനിധ്യമുള്ള വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് വോട്ടായി മാറുമോ എന്നുള്ളതൊക്കെ 13-ാം തീയതി അറിയാം. അതേസമയത്ത് ഒരേപോലെ ഒരു പ്രചരണ രംഗത്ത് ഒരേ തലത്തിലേക്ക് എത്താൻ 3 മുന്നണികൾക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിനപ്പുറം ഇതിന്റെ റിസൾട്ട് ഈ കണ്ടതെല്ലാം അതിന്റെ അവസാനം വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നുവെന്ന് മറ്റന്നാൾ അവർ വിധി എഴുതും. 13-ാം തീയതി നമുക്കത് അറിയാനും കഴിയും. രുചീഷ്, അർജുൻ, നമ്മൾ പ്രചാരണത്തിൽ പണമിറക്കിയതൊക്കെ കാണുന്നത് പോലെ കൊട്ടിക്കലാശത്തിലും BJP ഒട്ടും കുറച്ചിട്ടില്ല. കാരണം ക്രെയിനൊക്കെ ഇറക്കി വലിയ പ്രചാരണം തന്നെ BJP നടത്തുകയാണ്. രുചീഷ്, തീർച്ചയായും സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 പാർട്ടികളും ഈ ക്രെയിൻ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളെ ഉയർത്തുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ LDF-ഉം UDF-ഉം അതിന് മെനക്കെട്ടിട്ടില്ല. അവർ ചെറിയ ലോറികൾ ഉൾപ്പെടെ ജീപ്പ് ഉൾപ്പെടെയുള്ള സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇത്തവണ പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശത്തിൽ ഏർപ്പെട്ടത്. അതേസമയത്ത് BJP-ക്ക് ഒരു ക്രെയിൻ ഉണ്ട്. അതിൽ അവരുടെ സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കൊണ്ട് അവർ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ കുറെ കൂടി മോടി കൂട്ടിയിട്ടുള്ളത് BJP-യാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെന്ന് പറയേണ്ടി വരും. അതേസമയത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ മറ്റ് സ്ഥാനാർത്ഥികൾ അവർ ഇപ്പോഴും നാട്ടിലിറങ്ങി അവരുടെ വാർഡുകളിൽ ഇറങ്ങി വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും ഒന്നും ഇങ്ങോട്ട് കാണാത്തതെന്ന് പറയേണ്ടി വരും. സാധാരണ ഏറ്റവും അവസാന നിമിഷവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓരോ നിമിഷവും വളരെ ചെറിയ ആളുകളാണ്. കാരണം 1000 മുതൽ 1500 ആളുകളെയാണ് കാണേണ്ടത് പല വാർഡുകളിലും പരിശോധിച്ചാൽ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു നമ്പർ എന്ന് നമുക്ക് പറയാമെങ്കിൽ കൂടി അവരെ എല്ലാവരെയും കണ്ടു തീർക്കുക, ഒരു മാസം കൊണ്ട് കണ്ടു തീർക്കുക എന്നത് ശ്രമകരവുമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഈ അവസാന നിമിഷവും ഈ സ്ലിപ്പുകൾ നൽകാനും ആളുകളെ നേരിട്ട് കാണാനുമുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് കലാശക്കൊട്ടിൻ്റെ ആവേശം പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വലിയ ആവേശം അവിടെ കാണുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ പലരും ഇപ്പോഴും വീട് കയറി ഇറങ്ങി നടക്കുക തന്നെയാണ്. ആ അർത്ഥത്തിൽ വലിയ ആവേശം എല്ലായിടത്തും കാണാം. കാരണം അവസാന നിമിഷം വരെ വോട്ടുറപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മോടൊപ്പം ദേവൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, അവിടെയുള്ള കാഴ്ച എങ്ങനെയാണ്? ഏത് സ്ഥലത്താണ് ദേവൻ ഇപ്പോൾ ഉള്ളത്? രുചീഷ്, ഞാനിപ്പോൾ നിലവിലുള്ളത് മലയൻകീഴ് പഞ്ചായത്തിലാണ്. തിരുവനന്തപുരം പോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും സംസ്ഥാനത്തൊട്ടാകെ തന്നെ ശ്രദ്ധ നേടുന്ന മറ്റൊരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും സംസ്ഥാനത്തൊട്ടാകെ പ്രതിഫലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷത്തിനൊപ്പമാണ്. ആ ഭരണ തുടർച്ച ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു മുഖ്യ എതിരാളിയായിട്ട് വരുന്നത് ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള ഭരണം അത് വീണ്ടും നിലനിർത്താൻ സാധിക്കുമെന്നതിനാണ് ഇടതുപക്ഷം കരുതുന്നത്. പക്ഷേ ഇത്തവണ BJP വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാക്കും എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് BJP കേന്ദ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അത്തരത്തിലുള്ളൊരു പ്രചരണം ഓരോ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടും BJP ഇത്തരത്തിൽ ഒരു പ്രചരണം കൂടി നടത്തുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭ ലക്ഷ്യമിടുന്നത് പോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ BJP അതിൻ്റെ സ്ഥാനാർത്ഥികളെ പഞ്ചായത്തിലേക്ക് കൂടി എത്തിക്കാനുള്ള ലക്ഷ്യം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രചരണമാണ് വലിയ. ഏതായാലും ഞാനിപ്പോൾ മലയൻകീഴ് പഞ്ചായത്തിൻ്റെ പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ടിൽ നടക്കുന്ന മലയൻകീഴ് ജംഗ്ഷനിലാണ്. ഇവിടെ 3 മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഏകദേശം 4 മണിയോട് കൂടി തന്നെ ശബ്ദ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമാക്കുകയാണ് 3 മുന്നണികളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 മുന്നണികളുടെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ പ്രധാന ജംഗ്ഷനിൽ മലയൻകീഴ് ജംഗ്ഷനിലേക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം അത് വലിയ രീതിയിലുള്ള, അതായത് സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങൾ എത്തിക്കുന്നതിനപ്പുറത്തേക്ക് മുന്നണികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഈ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ കലാശക്കൊട്ടോട് അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോഴും സ്ഥാനാർത്ഥികൾ
വാർഡുകൾ അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് പഞ്ചായത്ത് വാർഡുകൾ, അതായത് മുനിസിപ്പാലിറ്റി വാർഡുകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവസാന വോട്ടറെയും നേരിൽ കണ്ടുകൊണ്ട് അവസാന മണിക്കൂറിലും വോട്ടറെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ലക്ഷ്യമാക്കുക അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള പ്രചാരണ പ്രവർത്തനമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. പക്ഷേ അതേസമയം ഈ മൂന്ന് മുന്നണികളുടെ പ്രവർത്തകർ ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക് എത്തുന്നു. ശബ്ദ പ്രചരണത്തിനുള്ള വാഹനങ്ങളുമായി അവർ ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവരുടെ ആവേശം, പ്രവർത്തകരുടെ ആവേശം കലാശക്കൊട്ടിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു അവർ പ്രചാരണ നടത്തിയിരുന്നത്, അതിൻ്റെ അവസാന മണിക്കൂറിൽ എത്തുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ എത്തിക്കൊണ്ട് തന്നെ ആ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവസാനം കുറിക്കാൻ തന്നെയാണ് ഓരോ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ മുന്നണിയുടെയും പ്രവർത്തനം ശ്രമിക്കുന്നത്. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മലയൻകീഴ് പഞ്ചായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും. കഴിഞ്ഞ 10 വർഷമായി LDFിൻ്റെ തുടർഭരണമാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും തുടരുക എന്നുള്ള ലക്ഷ്യമാണ് LDF ലക്ഷ്യമിടുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള താഴെത്തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് LDF നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ വിതരണം അടക്കം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് ആനുകൂല്യ ക്ഷേമ പദ്ധതികളടക്കം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ തുടരുക. നമുക്ക് കൊച്ചിയിലൂടെ പോകാം. കൊച്ചിയിലും വലിയ തരത്തിലുള്ള ആവേശ കാഴ്ചയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം കൃത്യം 5 മണി കഴിഞ്ഞു 4 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി 1 മണിക്കൂറും കഷ്ടിച്ചാണ് ബാക്കിയുള്ളത് ഈ ഒരു പരസ്യ പ്രചരണം അവസാനിക്കാൻ എന്നുള്ളതാണ്. കൊച്ചിയിൽ വലിയ ആവേശം ആണ് കാണുന്നത്. വർണ്ണാഭമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഈ ഒരു കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ട് കാണുന്നത്. അതാണ് പ്രേക്ഷകരും ദൃശ്യങ്ങളിൽ കാണുന്നത്. സൈഫുന്നീസയിലേക്കാണ്. സൈഫുന്നീസ, എത്രമാത്രം ആവേശകരമാണ്? ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു പരസ്യ പ്രചരണം അവസാനിക്കാനായിട്ട്. എത്രമാത്രം കൊഴുപ്പിക്കുകയാണ് ഇപ്പോൾ മുന്നണികൾ? നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എല്ലാ ആളുകളും എത്രത്തോളമാണ് ഈ സാധാരണക്കാരുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന കൊട്ടിക്കലാശത്തിന് പങ്കെടുക്കൊള്ളുന്നത് എന്നുള്ളത്. ഇവിടെ കാവടിയാട്ടം നടക്കുകയാണ്. ഇവിടെ കളമശ്ശേരി നഗരസഭയിലുള്ള ഡിവിഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് 2ാം ഘട്ടത്തിന്റെ റോഡിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങളാണ് കാണുന്നത്. നേരത്തെ നമ്മളിവിടെ UDFന്റെ ഒരുക്കങ്ങൾ കാണിച്ചു. ഇപ്പോൾ ഇവിടെ LDFന്റെ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് കാണുന്നത്. അടിപൊളിയാണോ? എത്രത്തോളം പ്രതീക്ഷ? സൂപ്പറാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഉറപ്പിച്ചു. LDFന്റെ വിജയം 3 വാർഡുകളിൽ വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. 10, 12, 13. ഓക്കെ, കളമശ്ശേരിയിലെ വാർഡുകളിലേക്ക് വിജയം ഉറപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കൊട്ടിക്കലാശം? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? വലുതാവുമ്പോ ചെയ്യാട്ടോ. എങ്ങനെയുണ്ട് കൊട്ടിക്കലാശം? സൂപ്പറാണ്. നമ്മുടെ കളമശ്ശേരി ആര് പിടിക്കും? LDF പിടിക്കും. LDF പിടിക്കും. അതാണ്. എങ്ങനെയുണ്ട് കൊട്ടിക്കലാശം? പൊളി. അടിപൊളി. എങ്ങനെയുണ്ട്? കളമശ്ശേരി ആര് പിടിക്കും തവണ? കളമശ്ശേരി ഉണ്ടോ? കളമശ്ശേരി LDF പിടിക്കോ? LDF പിടിക്കും. തിരിച്ചെടുക്കും. കളമശ്ശേരി കോൺഗ്രസിന് വലിയൊരു സ്വാധീനമുള്ള സ്ഥലമാണ്. കോൺഗ്രസിന് എപ്പോഴും ഭരണം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് കളമശ്ശേരി നഗരസഭ. പക്ഷേ ഇത്തവണ LDF പിടിക്കുക എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു പങ്കാളിത്തമുണ്ട് ഈ കലാശക്കൊട്ടിൽ. അപ്പം തന്നെ പുറത്തുനിന്നുള്ള കലാകാരന്മാരെയൊക്കെ ഇറക്കിക്കൊണ്ടുള്ള ഇവിടെ കാവടിയാട്ടം ഒക്കെ നടക്കുകയാണ്. അതുകൂടാതെ ഇവിടെ കണ്ടെയ്നർ കൊണ്ടുവന്ന് കണ്ടെയ്നറിന് മുകളിൽ വെച്ചുള്ള കൊടിയെല്ലാം പറത്തി വലിയ ആവേശത്തിൽ പ്രവർത്തകരുണ്ട്. എന്തായാലും വലിയ ആഘോഷത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തകർ എല്ലാവരും തന്നെ. LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും NDAയുടെ ഒക്കെ ആണെങ്കിലും പരസ്യ പ്രചാരണം കൊട്ടിക്കലാശം നടക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഈ ജംഗ്ഷനിലാണ്. ഇവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെ ഭയങ്കര വൈകാരികമായ കാര്യമാണ്. കാരണം നമ്മൾ നഗരത്തിലൊക്കെ കാണുന്നത്, പക്ഷെ ഇത് വലിയ ഗ്രാമപ്രദേശത്തെയാണ്. ഒരു ഗ്രാമപ്രദേശത്തെ ആളുകൾ എത്രത്തോളമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് വളരെ മനോഹാരിത, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മനോഹാരിതയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? ഏതുവരെയൊക്കെയായി? പരസ്യപ്രചാരണം അവസാനിക്കല്ലേ? വിജയം എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. ഈ 3 വാർഡുകളും, ഈ പ്രദേശത്തെ 3 വാർഡുകളും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ.
ഇപ്പോൾ തന്നെ ഈ ആപാലവിധം ജനങ്ങളെ കണ്ടാൽ അറിയാൻ തന്നെ ഇവിടെ ഒരു ആവേശമായി മുന്നോട്ട് പോവുകയാണ്. LDF തരംഗമുണ്ടാവും. കളമശ്ശേരി പിടിച്ചെടുത്ത് ഈ ഭരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളൊക്കെ തന്നെ എത്രത്തോളം പ്രതീക്ഷയുള്ള നൽകുന്നതായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ? നല്ല രീതിയിൽ ഇടപെടലുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒറ്റക്കെട്ടായി ഈ 3 വാർഡുകളിലും പ്രദേശത്തുള്ള എല്ലാ വാർഡുകളും തന്നെ പിടിച്ചെടുത്തുകൊണ്ട് കളമശ്ശേരി പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടല്ലേ, എങ്ങനെയൊക്കെ മാറി തെരഞ്ഞെടുപ്പ്? മാറി ചിന്തിക്കണം. അതാണ് നമ്മുടെ ഒരു കളമശ്ശേരി എന്തായാലും മുനിസിപ്പാലിറ്റി ഇടതുവശം പിടിക്കണം. ആ ഒരു ഊർജ്ജം കണ്ടില്ലേ, എല്ലാവരും പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാം തന്നെ ആ ഒരു ഊർജ്ജത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ LDFിന്റെയാണ് ഈ ഭാഗത്ത് കാണുന്നത്, മറുവശത്ത് UDFിന്റെയാണ്. അവരിപ്പോൾ വാഹന പ്രചാരണത്തിന് പോയിരിക്കുകയാണ്. ആ വാഹന പ്രചാരണം കഴിഞ്ഞ അല്പസമയത്തിനകം ആ സംഘം മടങ്ങിയെത്തും. അതോടുകൂടി ഇത് വലിയൊരു കടലായി മാറും. കാരണം ഈ പ്രദേശം മുഴുവൻ ഒത്തുകൂടുന്ന സംഗമിക്കുന്ന കൊട്ടിക്കലാശത്തിനായി സംഗമിക്കുന്ന സ്ഥലമാണ് ഈ കളമശ്ശേരിയിലെ ഈ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയായിരിക്കും ഈ കളമശ്ശേരിയിലെ HMD കോളനിയിലാണ് ഈ കൊട്ടിക്കലാശം അവസാനിക്കുന്നത്. 3 വാർഡുകളുടെ ഈ 3 വാർഡുകൾ പിടിച്ചെടുത്തതാണ്. ശരി സൈഫുന്നീസ്, എന്തായാലും കളമശ്ശേരിയിലെ കാഴ്ചകൾ കളർഫുൾ ആണ് എന്നുള്ളതാണ്. എന്തെല്ലാമാണ് കണ്ടെയ്നറിന്റെ മുകളിൽ വരെയാണ് ആളുകൾ കയറി ആ ഒരു പ്രചരണം കൊഴുപ്പിക്കുന്നത് എന്നുള്ള